കഴിഞ്ഞ ദിവസമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത്. ഒരമ്മ സ്വന്തം കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊല്ലുകയായിരുന്നു. തുടക്കത്തിൽ അമ്മയുടെ പേരിൽ മാത്രമായിരുന്ന കേസ് പിന്നീട് അച്ഛൻ്റെ സഹോദരനിലേക്ക് നീളുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പോലീസ് അന്വേഷണത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചതും അറസ്റ്റിലായതുമെല്ലാം. എന്നാൽ പോലീസിന്റെ ആശങ്ക ഇപ്പോഴും തീരുന്നില്ല എന്നതാണ് സത്യം. അറസ്റ്റിലായ അമ്മയെ ചോദ്യം ചെയ്തെങ്കിലും എന്തിനാണ് മകളെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി ഇനിയും ലഭിച്ചിട്ടില്ല. ഭർത്തൃ വീട്ടിൽ താൻ നിരന്തരം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നതായി യുവതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറയുകയുണ്ടായി. മക്കളെ പോലും തന്നിൽ നിന്നും അകറ്റിയതെല്ലാം തനിക്ക് വല്ലാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി എന്ന് യുവതി പറയുന്നുണ്ട്. ഇതെല്ലാം സഹിച്ചെങ്കിലും ഭർത്താവ് തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്ന വിവരം അറിഞ്ഞെന്നും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തൻ്റെ മകൾ എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും യുവതി പറയുന്നുണ്ട്. എന്നാൽ ഇവരുടെ മൊഴിയിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള വെളിപ്പെടുത്തൽ. ഞാൻ മോളെ പുഴയിലേക്കിടാൻ പോയി എന്നാണ് പോലീസിന്റെ ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം യുവതി നൽകിയ മറുപടി. പലവട്ടം ചോദിച്ചെങ്കിലും ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇത് തന്നെയാണ് അവർ ആവർത്തിച്ചു പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലുമായി യുവതി സഹകരിക്കാതെ തല കുമ്പിട്ട് നിൽക്കുക മാത്രമാണ് ചെയ്തത്. അച്ഛൻ്റെ അടുത്ത ബന്ധുവാണ് കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതെന്ന് കണ്ടെത്തിയ പോലീസിന് പക്ഷേ ഇക്കാര്യം അമ്മയ്ക്ക് അറിയാമോ എന്നാണ് ഇതുവരെയും കണ്ടെത്താൻ പറ്റാത്ത കാര്യം. പീഡന വിവരം സംബന്ധിച്ച ഒന്നും ഇതുവരെ അമ്മ പോലീസിനോട് പറഞ്ഞിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അമ്മ എന്തിനാകാം കുട്ടിയെ പുഴയിൽ എറിഞ്ഞതെന്നാണ് പോലീസിനെ അലട്ടുന്ന ചോദ്യം. പോലീസിന് ഇക്കാര്യത്തിൽ അമ്മയിൽ നിന്നും ലഭിക്കുന്ന മൊഴികൾ ഏറെ നിർണായകമാണ്. 1 വർഷത്തിലേറെയായി പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും കാലം അത് അമ്മ അറിഞ്ഞില്ലെന്നാണ് പോലീസിന് വിശ്വസനീയമല്ലാത്ത കാര്യം. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യം മൂലം കുടുംബാന്തരീക്ഷം കുത്തഴിഞ്ഞ നിലയിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രതി മുതലെടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. കുട്ടിക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് പ്രതിയെന്ന് അയൽവാസികളും പറയുന്നു. കുട്ടിയുടെ അമ്മ ഭർത്തൃപീഡനം നേരിട്ടതെന്നതായി യുവതിയുടെ അമ്മ പറഞ്ഞിരുന്നു. നിരന്തരം തൻ്റെ മകളെ ഉപദ്രവിക്കുന്ന ആളായിരുന്നു അത്രയും മകളുടെ ഭർത്താവ്. കസ്റ്റഡിയിൽ വാങ്ങി യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരുമായി പുത്തൻകുരിശിലെ ഭർത്താവിൻ്റെ വീട്, മൂഴിക്കുളത്ത് കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ പാലം, സ്വന്തം വീട് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അന്വേഷണം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നതാണ് ഈ കേസിനെ ഇത്രയേറെ സങ്കീർണമാക്കുന്നത്. ഇനിയും പരസ്പരം ബന്ധിപ്പിക്കാനാവാതെ കണ്ണികളെല്ലാം അകന്നു തന്നെ നിൽക്കുകയാണ്. ഒരു ചെറിയ കുട്ടിക്ക് 1.5 വർഷമായി പീഡനമേറ്റിട്ടും അമ്മയടക്കം ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ സംശയം. മാത്രമല്ല, ആദ്യം അമ്മ പറഞ്ഞ കാരണം ഭർത്താവിൻ്റെ വീട്ടുകാർ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നു, അതുകൊണ്ട് കൊന്നു എന്നതാണ്. പീഡനവിവരം അമ്മ അറിഞ്ഞപ്പോൾ പീഡിപ്പിച്ചവനെ അടിച്ചെന്നും പറയുകയുണ്ടായി. അച്ഛൻ വേറെ കല്യാണം കഴിച്ചാലും സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നതിന് പകരം വളർത്താനുള്ള വഴികൾ അമ്മ നോക്കിയില്ല എന്നതാണ് അടുത്ത സംശയം. ജന്മം കൊടുത്ത ജീവനെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ ഭേദമാണല്ലോ വളർത്താൻ ശ്രമിക്കുന്നത്. മറ്റൊരു കാരണം അമ്മ സ്വയം ജീവൻ കളയാതെ കുഞ്ഞിനെ മാത്രം കൊന്നുകളഞ്ഞു എന്നതാണ്. ഇതെല്ലാം അമ്മയ്ക്ക് നേരെ തിരിയുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അധികം താമസിയാതെ തന്നെ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.